അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എന്ത് ഹലാലായ ഒരു കാര്യവും നമുക്ക് നടത്തിയെടുക്കാം. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ഞാൻ ഇതേ ഒരു കാര്യം കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അത് ചെയ്തു നോക്കിയിട്ട് ഞാൻ അതിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതിന് ഉത്തരം കിട്ടിയതായിട്ട് കമൻറ്റിലൂടെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്സപ്പിലൂടെയും എഴുതി അറിയിച്ചവരുണ്ട്, അൽഹംദുലില്ലാ. അപ്പം ആ ഒരു രീതിയാണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കൊണ്ടു നടക്കുന്ന ഓരോ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനും ഈ പറയുന്ന കാര്യം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്കും പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടുന്നതാണ്. അപ്പം മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഓതുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഇത് ഒറ്റ ദിവസം ഓതുന്ന കാര്യമാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഇനിയിപ്പം നിങ്ങൾക്കിത് ഒരാഴ്ചയായിട്ട്, ഒരു 7 ദിവസം തുടരെ ആയിട്ട് ഞാൻ ചെയ്യും, അങ്ങനെ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ, ഈ പറയുന്നത് പോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഓതണം. അതായത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ഇത് ഓതേണ്ടത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വുളു എടുത്ത് വന്നിട്ട് മുസ്ഹഫ് കയ്യിൽ പിടിച്ച് കിബിലക്ക് നേരെ ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്ന് 4 യാസീൻ ഓതി തീരാതെ ഇരിക്കുന്നിടത്തു നിന്ന് എണീക്കരുത്. അങ്ങനെ വേണം ഇത് ഓതാൻ. അങ്ങനെ നിങ്ങൾ ഓതിയാൽ അത് ഓതുന്ന സമയത്ത് എന്ത് പ്രയാസമാണോ, നിങ്ങളുടെ മനസ്സിലുള്ളത്, എന്ത് ഉദ്ദേശമായിരുന്നോ, എന്തോ ആഗ്രഹത്തിനാണോ നിങ്ങളിത് ഓതിയത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ ഇന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നാളായിട്ട് നടക്കില്ല എന്ന് കരുതി ഞാൻ കൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് ഓതിക്കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പം ഇത് ഓതാനിരിക്കുമ്പോൾ വുളു വേണം, കിബിലക്ക് നേരെ ഇരുന്നു കൊണ്ട് വേണം ഓതാൻ. ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് 4 യാസീൻ ഓതുക. എന്ത് ഹലാലായിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയും. എനിക്ക് ഇതുപോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് ഇതിനെപ്പറ്റി. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടാണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയതാണ്. ഇപ്പോഴും ആ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് എഴുതി അറിയിക്കുന്നത്, അതുപോലെ തന്നെ ഏത് സമയത്താണ് ഓതേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ആ കമൻറ്റിലൂടെ. അതിൽ ഞാൻ എല്ലാ കാര്യവും ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഫുള്ളായിട്ട് വീഡിയോ കേൾക്കാഞ്ഞിട്ടാണ് ഈ സംശയം വരുന്നത്. അപ്പം ഇതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വുളു വേണം. മുസ്ഹഫ് അല്ലേ നമ്മളെടുത്ത് ഖുർആൻ ഓതുന്നത്, യാസീനാണ്, കാണാപ്പാഠമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ഹഫ് എടുത്തുകൊണ്ട് തന്നെ ഓതുക. നിങ്ങൾ മൊബൈലിൽ ഇപ്പം യാസീനും സൂറത്തുകളും എല്ലാം ഉണ്ടല്ലോ, അതല്ല, മൊബൈലിൽ നോക്കിയല്ലാതെ തന്നെ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് കിബിലക്ക് നേരെ ഇരുന്നു കൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഖുർആനൊക്കെ ഓതുമല്ലോ, അതൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഒറ്റയിരുപ്പിൽ ഇരുന്ന് ഓതും. എൻ്റെ ഇന്നാലിന്ന പ്രശ്നം, എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഹദിയയാക്കിയിട്ട് ഓതുന്നത്. അങ്ങനെ ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കുക. എന്നിട്ട് ഓതി തുടങ്ങി 4 എണ്ണം ഓതി തീർത്തിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ അള്ളാഹുവിനോട് ഈ ഒരു യാസീൻ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പറയുക. നിങ്ങൾ സങ്കടത്തോട് കൂടിയിട്ട് നിങ്ങളെ വിഷമം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക. അപ്പം ഇത് ഓതുമ്പോൾ അതിൻ്റേതായ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ഓതാൻ, നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഓതാൻ. എന്നാലേ നമുക്ക് ഇതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ. അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. നല്ല ഇഖ്ലാസോടെ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓതണം. വുളൂ വേണം, കിബിലയ്ക്ക് നേരെ മുന്നിട്ട് കൊണ്ട് വേണം ഓതാൻ. അതുപോലെ തന്നെ ഇത് ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ പാടില്ല. സംസാരത്തിലേക്ക് പോവാതെ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ഓതി തീർക്കണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു പ്രയാസവുമില്ലല്ലോ നമുക്കിത് ഓതാൻ. യാസീൻ നമ്മൾ എല്ലാ ദിവസവും മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ ഓതുന്നതാണ്. അപ്പം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സാധാരണ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ 4 യാസീൻ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നേർച്ചയാക്കിയിട്ട് ഓതുന്നു. എൻ്റെ ഇന്നാലിന്ന പ്രശ്നം, എൻ്റെ ഇന്നാലിന്ന പ്രയാസം, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ സങ്കടം തീരാൻ വേണ്ടിയിട്ടാണ്. അത് എന്തെന്നായിക്കോട്ടെ, എന്ത് ഹലാലായിട്ടുള്ള കാര്യമായിക്കോട്ടെ, ആ കാര്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഓതി നോക്കൂ. ഒരൊറ്റ രാത്രി മതിയാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ ഒരു രാത്രി, ഒരൊറ്റ ദിവസം തന്നെ മതിയാവും ഇത് നിങ്ങൾക്ക് ഓതാൻ. അല്ല, ഞാൻ 2-3-4 ദിവസം അല്ലെ 7 ദിവസം തുടർച്ചയായിട്ട് ഇതേ ഒരു രീതിയിൽ എൻ്റെ കാര്യം നടക്കാൻ ഞാൻ ഓതാൻ നേർച്ചയാക്കുന്നു, എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ 7 ദിവസമായിട്ടോ അല്ലെങ്കിൽ 3 ദിവസമായിട്ടോ നിങ്ങൾ എത്ര ദിവസമാണ് ഓതാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസം കണക്കാക്കിയിട്ട് നിങ്ങൾ ഓതുക. ഞാനിത് ഒരൊറ്റ ദിവസം ഓതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 2-3 ദിവസം തുടർച്ചയായിട്ട് അപ്പോൾ ഓതുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതുന്ന ദിക്റുകളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓതുക. പിറ്റത്തെ ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതുന്ന സമയത്ത് ആ ഒരു ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് തന്നെ വേണം ഓതാൻ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളെ ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കിയ കാര്യമായാൽ പോലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഓതി നോക്കി, എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം പറഞ്ഞു നോക്കി. തീർച്ചയായിട്ടും അതിനുള്ള വഴി, എന്ത് കുടുക്കുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസമാണെങ്കിലും, ഇനി കടം കൊണ്ട് വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസം, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മക്കളാലുള്ള വിഷമങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസം ഒരുപാട് ആൾക്കാരെന്നും ഇങ്ങനെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതാണ്. ഓരോ വിഷമവും ബുദ്ധിമുട്ടും ടെൻഷനും, ജീവിക്കാൻ തന്നെ വരെ സമാധാനമില്ല, ജീവിതം വരെ മടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു രീതി ഇനി ഞാൻ പറയുന്നില്ല. ഇനിയും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാമെന്ന് കരുതും. ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾ ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത്ര തവണ തന്നെയാണോ, അങ്ങനെ മനസ്സിലാവായിക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ മനസ്സിലാവാതെ നിൽക്കാൻ ഒന്നുമില്ല. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ എൻ്റെ പ്രയാസം, എൻ്റെ പ്രശ്നം റാഹത്താവാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശം വെച്ച് ഓതാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്ന് ഓതുക. ആ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ 4 യാസീൻ ഓതണം. സംസാരിക്കാൻ പാടില്ല. അതുപോലെ കിബിലക്ക് മുന്നിട്ട്
ഇരുന്നു കൊണ്ട് വേണം ഓതാൻ. ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പിറ്റത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ പ്രയാസം, നിങ്ങൾ ആ പ്രശ്നം എല്ലാം റാഹത്താക്കി അല്ലാഹു സുബ്ഹാനഹു തആല തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ഞാൻ ഒരുപാട് കാലമായിട്ട് ദുആ ചെയ്യുന്നു, ഒരുപാട് കാലമായിട്ട് ഞാൻ ഖുർആൻ ഓതി നോക്കി, ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലി, ഒരുപാട് ദിക്ർ ഞാൻ ചൊല്ലി, എനിക്കൊന്നും ഇതുവരെ എൻ്റെ കാര്യം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള മനസ്സോടെ നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല, അത് വെറുതെ ഓതുന്നതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു തരാം, മനസ്സിൽ നല്ല വിശ്വാസം വേണം. എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, ദിക്റായിക്കോട്ടെ, എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം അല്ലാഹു റാഹത്താക്കി തരും, ഉറപ്പാണ്. അപ്പോൾ നല്ല വിശ്വാസത്തോട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഞാൻ ഓതുന്നത്. എൻ്റെ കാര്യത്തിന് തീരുമാനമാവും, എല്ലാം റാഹത്താവും, ഞങ്ങളെ ബുദ്ധിമുട്ട് തീരും, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള നല്ല മനസ്സോട് കൂടി ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വെറും 4 യാസീൻ ഒന്ന് ഓതി നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം റാഹത്തായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മനസ്സിൽ തട്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു വേദനയോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അത് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ദുആ ചെയ്യലായിരിക്കും നല്ലത്. കഴിയുന്നതും വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഒന്ന് മാറി നിന്ന് ഒരു റൂമിൽ ഒറ്റയ്ക്ക് തനിച്ചായിട്ട് ഇരുന്നു കൊണ്ട് കരച്ചിലോടെ കണ്ണീരോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്ത് നോക്കി, നിങ്ങളെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളെ ആഗ്രഹം നടന്നു. ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞതല്ല, ഓരോ വീഡിയോയിലും ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റിലൂടെയായിട്ട് എന്നെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ജീവിതം റാഹത്താവും. അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളി, സമാധാനവും സന്തോഷവും ജീവിതത്തിൽ സന്തോഷവും എല്ലാം കയറി വരും സ്വലാത്തിനാൽ. സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഒരു ദിവസം പോലും നിങ്ങൾ സ്വലാത്ത് ചെല്ലാത്ത ദിവസം നിങ്ങളിൽ ഉണ്ടാവരുത്. അതേപോലെ ചെല്ലുക. അല്ലാതെ ഒരു ദിവസം 2-3 സ്വലാത്ത് ചൊല്ലി പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്വലാത്ത് ചെല്ലുന്നത്, അങ്ങനെയല്ല. എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു 100 എണ്ണമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചൊല്ലുക. അതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്വലാത്ത് ഇഷ്ടം പോലെ ചെല്ലാം. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്വലാത്ത് നമുക്ക് ചെല്ലാം. അപ്പോൾ അതേ രൂപത്തിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്ത് പ്രശ്നമായിക്കോട്ടെ, സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം. നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴി അള്ളാഹ് നിങ്ങൾക്ക് തുറന്നു തരും. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.